എഴുത്തുകൾ കൊണ്ട് അമ്പരപ്പിച്ച സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് രാജിവച്ചു. അക്കാദമിയുടെ ജനാധിപത്യ സ്വഭാവം നശിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന തോന്നലിനെ തുടർന്ന് അതിനോടുള്ള പ്രതിഷേധമെന്ന നിലയിലാണ് തന്റെ രാജിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തവണ സാഹിത്യ അക്കാദമിയിൽ ഉദ്ഘാടനത്തിനെത്തിയത് സാംസ്കാരിക മന്ത്രിയായിരുന്നു. ഇത് രാഷ്ട്രീയ ഇടപെടലിന്റെ തുടക്കമായിട്ടാണ് താൻ കാണുന്നത്. ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ ഭരണഘടന വരെ അട്ടിമറിച്ച് സംഗീത നാടക അക്കാദമി പോലെയൊക്കെ ഇവിടെയും അഡ്ഹോക്ക് ഭരണം കൊണ്ടുവരാനൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ സ്ഥാപനമായ സാഹിത്യ അക്കാദമിയുടെ ജനാധിപത്യ സ്വഭാവം നശിപ്പിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊരു പുതിയ സാഹചര്യമൊന്നുമല്ല, പതുക്കെ ഉണ്ടായി വന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ അക്കാദമിയുടെ 5 കൊല്ലം കൂടുമ്പോഴാണ് ഒരു സമിതി മാറുക, ഭരണസമിതി. അപ്പോൾ 5 കൊല്ലം മുമ്പുള്ള 5 കൊല്ലത്തിലാണ് ഞങ്ങൾ ഇരുന്നത്. ആ കാലത്ത് തന്നെ ഈ ഭരണകക്ഷി ഇതിനകത്ത് എങ്ങനെയെങ്കിലും കൈയിട്ട് വാരി അവരുടെ ഇഷ്ടം നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. അന്ന് പക്ഷേ ഞങ്ങൾ അംഗങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായതുകൊണ്ട് അത് നടന്നില്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ പലപ്പോഴും ഇതിനെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് തന്നെ കമ്മിറ്റി കൂടിയ അനുഭവം വരെയുണ്ട്. പിന്നീടുണ്ടായ 5 കൊല്ലക്കാലത്ത് എന്താണ്ടായത് എനിക്കറിയില്ല. ഇപ്പോൾ നോക്കുമ്പോൾ അക്കാദമിയിലെ വലിയൊരു വിഭാഗം ആളുകളും ഒരു സംഭവങ്ങളും ഒക്കെ ഇതിന് അനുകൂലമായ അവസ്ഥയിലായി പോയിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. ഇത്തവണ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മന്ത്രിയാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അതിന് ചരിത്രത്തിൽ ഇന്ന് വരെ അക്കാദമിയുടെ ഒരു കാര്യത്തിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് ഭരിക്കുന്ന കക്ഷിയുടെ ആരും വരുന്ന പതിവില്ല, ഒരു രാഷ്ട്രീയക്കാരനും വരുന്ന പതിവുമില്ല. അപ്പോൾ ഒരു കക്ഷി എന്നതിലേറെ ഒരു രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ള നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത്. രാഷ്ട്രീയം ജീവിതത്തിൽ അത്യാവശ്യമാണെന്നും അത് സാഹിത്യ അക്കാദമി പോലെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിൽ കടന്നുകൂടുന്നത് അപകടകരമാണ്. അതിനെതിരായ തന്റെ പ്രതിഷേധമാണ് ഈ രാജി. തനിക്ക് ഒരു കക്ഷിയോടും പ്രത്യേകിച്ച് സ്നേഹമോ അകൽച്ചയോ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്കാദമിയിൽ ഇതൊരു പുതിയ സാഹചര്യമല്ല, പതുക്കെ ഉണ്ടായി വന്നതാണ്. 5 കൊല്ലം മുൻപ് പുതിയ ഭരണസമിതി വരുമ്പോഴും ഇതേ രീതിയിൽ ശ്രമം നടന്നപ്പോഴും താനടക്കം അന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി എതിർത്തുകൊണ്ടാണ് നടക്കാതിരുന്നത്. അക്കാദമിയിൽ കടന്നുകൂടി സ്വന്തം ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.